ഇപ്പോൾ പ്രോസിക്യൂട്ടർ രാജേഷ് മേനോൻ അവർ മധുവിൻ്റെ കുടുംബത്തിൻ്റെ അഭിഭാഷകനാണ്. അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ്. താങ്കൾ ഈ വിധിയുടെ വാർത്തകൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ വിധിയെ നോക്കിക്കാണുന്നത്? തൃപ്തികരമാണോ? തീർച്ചയായിട്ടും മണ്ണാർക്കാട് കോടതിയിലെ വിധിയിൽ നമുക്ക് ഉണ്ടായിരുന്ന ഒരു കൺസേണോട് പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. 3-5 ഓഫ് SC/ST അട്രോസിറ്റി ആക്ടില് എല്ലാം വെറുതെ വിടുകയാണ് ചെയ്തത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ശിക്ഷ 7 വർഷത്തിൽ നിന്ന് പോയത്. അത് ശിക്ഷ പോരാ. ഞാൻ അന്നും പറഞ്ഞു വിധി അനുകൂലമായതിൽ സന്തോഷം, ശിക്ഷ പോരാ. ഇതായിരുന്നു ഞാൻ അന്ന് പറഞ്ഞത്. ഈ വിധി പ്രസ്താവനം ആദ്യ ദിവസം പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടതിന് ശേഷം അവർക്കെതിരെ വിധി പറഞ്ഞപ്പോൾ ശിക്ഷ പോരാ എന്ന അഭിപ്രായം ആദ്യം പറഞ്ഞത് ഞാനാണ്. അത് 3 വർഷം മുമ്പാണ്. ഏപ്രിൽ മാസം 2023 ഇത് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഹൈക്കോടതി 3-5 ഈ കേസിൽ നിലനിൽക്കുമെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ 3 വകുപ്പുകളിലായി 3 ജീവപര്യന്തം ശിക്ഷ അവർക്കുണ്ട്. അത് ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്തരം കൂട്ടമായി ആളുകൾ മൊഴിമാറ്റം നടത്തിയ ഒരു കേസിൽ ഇത് ഒരു ചരിത്രപരമായ വിധിയായിട്ട് തന്നെ നോക്കിക്കാണാൻ സാധിക്കുള്ളൂ. പക്ഷെ A1-ന് കോടതി മുറയ്ക്ക് അറിയുള്ളൂ. അതിന് അനന്തര നടപടികൾ തീർച്ചയായിട്ടും വിക്ടിമിന്റെ അഭിഭാഷകൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും അത് ഉചിതമായ തീരുമാനങ്ങൾ അതിലെടുത്ത് മുന്നോട്ട് പോകും. ശ്രീ രാജേഷ്, അപ്പോൾ താങ്കൾ ഇപ്പോൾ പറഞ്ഞു തന്നെയാണ് ഇതിൽ നമ്മൾ ഞെട്ടിക്കുന്ന ഒരു കാര്യം, 1-ാം പ്രതി ഹുസൈൻ കുറ്റവിമുക്തരാകുന്നു, 4-ാം പ്രതിയും 11-ാം പ്രതിയും കുറ്റവിമുക്തരായി കോടതിയുടെ പുറത്തേക്ക് A4-ഉം A11-യും മണ്ണാർക്കാട് കോടതി വെറുതെ വിട്ടതാണ്. അതെ, A4-നെയും A11-യും മണ്ണാർക്കാട് കോടതി തന്നെ വെറുതെ വിട്ടതാണ്. അതിലേക്ക് അവരെ കുറ്റക്കാരാണെന്ന് തെളിയിക്കാൻ സാധിച്ചില്ലെന്ന് പറഞ്ഞ് അവരെ അവിടെ വെറുതെ വിട്ടതാണ്. അത് ശരിവെക്കുകയാണ് ഇവിടെ ഹൈക്കോടതി ചെയ്തിട്ടുള്ളത്. A16-നെതിരെ ഉണ്ടായ വിധി പ്രസ്താവം അതും മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനും ശിക്ഷ കൂട്ടി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 1 വർഷത്തേക്ക് അദ്ദേഹത്തിന് ശിക്ഷിച്ചിട്ടുണ്ട്. 323-ൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും 3-5A അതിന് 1 വർഷം മാക്സിമം പണിഷ്മെന്റ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ 4, 11, 16 പ്രതികളുടെ മേൽ ഇപ്പോൾ ഹൈക്കോടതി അവരെ കുറ്റവിമുക്തരാക്കി, 2 പേരെ കുറ്റവിമുക്തരാക്കുന്നു, 1 പ്രതിക്ക് 1 വർഷം തടവ് ശിക്ഷയായി കൊടുക്കുന്നു. അപ്പോൾ ഇതിൽ അപ്പീൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, അതോ 1-ാം പ്രതി ഹുസൈന്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു തുടർ നടപടികൾ നിങ്ങൾ ആലോചിക്കുന്നത്? ഇല്ല, അത് ജഡ്ജ്മെന്റ് കിട്ടിയതിന് ശേഷം പൂർണ്ണമായി അതിന്റെ ഇത് അറിഞ്ഞ ഉണ്ടാവും. തീർച്ചയായിട്ടും അപ്പീൽ കോടതിയെ സമീപിക്കുമെന്നുള്ളത് തീരുമാനം.